ഒരു ടാസ്ക് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. ഒരു കേവിന്റെ അകത്ത് പറ്റൂ ഇല്ല നടന്നിട്ടും ബാക്കി നമുക്ക് പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ രാമക്കൽമേട്. Come on guys. ഇനി പോകുന്നല്ലോ നല്ലത്. നിങ്ങൾ ഈ ഒരു 3 ആത്മീയത്തുണ്ട് രാമക്കൽമേട് മൊത്തം കാണാൻ വേണ്ടി. നടന്നു പോയി കഴിഞ്ഞാൽ അതാ രാമക്കൽ എന്ന് പറഞ്ഞ കല്ല്. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് നടന്നു കയറിപ്പോൾ. ഇപ്പം ഈ ഇല്ലിക്കാത്തൂർ നമ്മൾ കടന്നു പോകാം. റോഡ് കയറി പോകണം, കുറച്ച് പോകാം. ഒരാൾക്ക് ജസ്റ്റ് കടന്നു പോകാനേ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ വഴി, മനസ്സിലായോ? പിന്നെ ഇതിൽ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാച്ചു ഉണ്ട്, കൊടുത്തിട്ട് സ്റ്റാച്ചു അതെ കാണാൻ പറ്റും. പിന്നെ ജീപ്പ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു 4 ജീപ്പുണ്ട്. അവിടെ ഒരു ആപ്പാറ പോകുകയാണ്. ഈ കാണാൻ ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ചിപ്പു കുഴപ്പമില്ല, പോവാടാ ചിപ്പു. സംസാരി ഓപ്പോസിറ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മൾ ആ ജീപ്പെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ 1800 രൂപ. നിങ്ങൾ ആദ്യം 1800 എന്റെ പറഞ്ഞു. ലാസ്റ്റ് 2 ജീപ്പ് ക്യാമറ 3600 രൂപ. നമുക്ക് 2 വണ്ടിയും കൂടെ 3000 രൂപയ്ക്ക്. നിങ്ങൾക്ക് മുതലാവും. ഞാനാണ് പറയണത്. നിങ്ങൾ കയറിയിരുന്നത് കുഴപ്പമില്ല, വണ്ടി പോകുകയല്ലേ. നിങ്ങൾ അങ്ങനെയല്ലല്ലോ, നിങ്ങളെ തേടി ആള് വരും. നമ്മളെ ഒരാൾ നമുക്ക് വേണ്ടത് എന്നറിയോ, ഇതിനെക്കാട്ടും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇഷ്ടം പോലെ. എന്റെ പേര് ഷാജി മാമാരുടെ അടുത്ത് പറഞ്ഞത് അവരോട് ചോദിച്ചു. അവരിപ്പം പോയിട്ട് വന്നോ ചോദിച്ചു നോക്ക്, എങ്ങനെ ഉണ്ടായിരുന്നു? അവരെത്ര ചോദിച്ചത് കൊടുത്താൽ അവര് ഇതിന് വേണ്ടിയാണ് ശമ്പളം കൊടുത്തത്. 1400. കൊള്ളാമോ? നമ്മളിപ്പോ രാമക്കൽമേട് പോവാൻ ട്രക്കിങ്ങിലാണ്. ജീപ്പിൽ റിയാസിക്ക കൂടെ ഉണ്ട്. റിയാസിക്ക ഫുൾ പവർ. ചുണക്കുട്ടി റിയാസിക്കെ കാണിച്ചോട്. എല്ലാവരും രാമക്കൽമേട് വരണമെങ്കിൽ റിയാസിക്കെ ബന്ധപ്പെടാൻ റിയാസിക്കാട് ജീപ്പ് എടുക്കാം. കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തേക്കാം. അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലേ? നിങ്ങൾ എത്ര അല്ലേ ഇവിടെ? ഞാനിപ്പോ 7 വർഷമായിരുന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് 31 വർഷമായി. ഗൾഫിലായിരുന്നു. എവിടെ? സൗദിയിലായിരുന്നു. സൗദി. ഞങ്ങൾ എല്ലാവരും സൗദി ദുബായിന്ന് ലീവിന് ഒന്നിക്കണം കൊണ്ടുവരാൻ പറ്റും. ഞങ്ങൾ 9 പേര്. ഞാൻ തായ്ഫ. നമ്മള് നേരെ കാണാൻ കാറ്റാടിയുടെ അവിടെയാണോ പോണോ? അല്ല, നമ്മൾ മലയാളം. ആ മലയാളം അല്ലേ? എവിടെയാണോ പോണെ? വിളയില നമ്മള് ഷാജാണ് ടീം. മോട്ടോ സ്പോട്ടിലുള്ള എങ്ങനെയാണ് വണ്ടി പറഞ്ഞത്? ഇങ്ങോട്ട് കയറില്ലല്ലോ വണ്ടി ഒന്നും. ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. നമ്മള് ഫോറസ്റ്റ് ഏരിയ. ഇപ്പം നമ്മളിപ്പോ കേരള തമിഴ്നാട് ബോർഡറിലാണ്. ഇത് തമിഴ്നാട്ടിലോട്ട് ക്ലോസ് ചെയ്യാണ്. ഇവിടെ നേരെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ കേട്ടാ. ഇത് ശരിയാവില്ല. ഊണ് കഴിക്കണോ എവിടെന്നെങ്കിലും? ഊണ് എവിടെ കിട്ടിയിട്ടേ? സെറ്റായിരുന്നു. അത്യാവശ്യം വെയിലുണ്ട്, പക്ഷെ കുഴപ്പമില്ലല്ലേ. വെയില് വലിയ സീനില്ല. വെയിലുണ്ടെങ്കിലും ചൂടില്ല. നമ്മൾ അവിടത്തെ പോലെ ചൂടില്ല. വെയിലും മഴയെല്ലാം നമുക്ക് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളെ കൂടെ ഒരു നൊണ്ടിക്കാലനുണ്ട്. അവനെ താങ്ങി നടക്കണം. അവൻ നമ്മളെ താങ്ങി ട്രിപ്പ് പോയി ആശുപത്രി പോകേണ്ടി വരും.
കാലില് കുരുവാണെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവില്ല. വരൂല്ലേ? അതെല്ലാം വരും. അൺകട്ടുള്ളേ. പക്ഷെ ഇവിടെ മീന് നല്ലത് കിട്ടൂല അളിയാ. പപ്പടം കിട്ടും, മീന് നല്ലത് കിട്ടൂല. മീന് കിട്ടൂല ഇവിടത്തെ ആറ്റുമീൻ അല്ല. ഇവിടെ മീൻ കിട്ടുക പാടാണ്. കരിമീനാ. കടലിൽ മീനെ കിട്ടാൻ പാടാണ്ടോ? കടലില് മീൻ കിട്ടൂല എല്ലാരും പൊതുവെ പറയണോ. കരിമീൻ കരിമീൻ കിട്ടുമായിരിക്കും, കടൽ മീൻ കിട്ടത്തില്ല. പൊതുവെ എല്ലാരും പറയും ഇവിടെ വന്ന് മീൻ വാങ്ങിച്ചു കഴിക്കില്ല. നമുക്ക് ഊണ് കഴിക്കാം. ചേട്ടാ വളരെ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടെത്തിച്ചതിന് വീഡിയോ എന്താ എന്ത് സംഭവം ചിപ്പു ആ കണ്ണാടി വെച്ചിട്ട് നോക്കിയോ, കാണാൻ പറ്റൂല. എടേ വീണ ഫ്രൈ ആവും. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയത് അവിടെ. കല്ലിന് പേര് വരാൻ കാരണം എന്ന് പറയുന്നത് വനവാസകാലത്ത് രാമനും ലക്ഷ്മണനും വന്നത് രാമന്റെ കാൽപാദം പതിഞ്ഞ കല്ലാണ്. അതുകൊണ്ടാണ് രാമക്കൽപ്പെടുത്ത് പേര് വന്നത്. നമ്മളിപ്പോ സീ ലെവലിൽ 3500 അടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. നേരെ താഴെ ഒരു അമ്പലം കാണാം. അമ്പലത്തിന്റെ ഗോപുരം അമ്പലത്തിന്റെ പ്രത്യേകത കന്നിമാസത്തിൽ 5 ശരിയായിട്ട് മാത്രം. ആ റോഡ് കണ്ടോ? റോഡ് ആ റോഡിന്റെ ഇരുവശം തെങ്ങുകളാണ്. എന്തുകൊണ്ടായിട്ട് നിൽക്കുന്നുണ്ട് ക്രിസ്മസ് ട്രീ റോഡ് നിൽക്കുന്നത്. വാളക്കുളി ഗ്രൗണ്ടിൽ പച്ചയായിട്ട് നിൽക്കുന്നുണ്ടോ? ഇതിന് പച്ചക്കറികളാണ്. തക്കാളി, ബീൻസ്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, അതുപോലെ പച്ചക്കറികൾ. പിന്നെ അടുത്ത് നമ്മൾ തൈര് വെച്ചേക്കുന്ന ചുമരായിട്ട് നടത്തുന്നത്. അടുത്ത കൃഷിക്ക് വേണ്ടി ഉഴുതിട്ടേക്കുന്ന മണ്ണ്. പിന്നെ അങ്ങ് ബ്രഹ്മപുരത്തെ ചപ്പിയോറുകൾ കൂട്ടിട്ടേക്കുന്നതാണ്. ബ്രഹ്മപുരത്തെ ചപ്പിയോറുകൾ കൂട്ടിട്ടേക്കുന്നതാണ്. അതൊരു ഗ്രാമങ്ങളിലെ കൃഷികൾ ചെയ്യുന്ന ആൾക്കാരാണ്. അവരിവിടെ വരുന്ന കൃഷി ചെയ്ത് തിരിച്ചാൽ നാട്ടിലേക്ക് കോമ്പ എന്ന് പറയും. കോമ്പ ലോങ്ങായി പോകുന്നതല്ലാതെ നമ്മുടെ സംഗീത സമയം ഇളയരാജായിട്ട് കാണുന്ന മലയാ കൊടൈക്കനാലിന്റെ മല. പിന്നെ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന സ്ഥലം ഇത്. 30 കിലോമീറ്റർ 35 കിലോമീറ്റർ കാറ്റടി. പിന്നെ നമ്മുടെ രാമക്കൽമേടിന്റെ പ്രത്യേകത പറഞ്ഞാൽ കേരളത്തിൽ ആകെ 2 ഉള്ളൂ കാറ്റടിപ്പാടം. ഒന്ന് രാമക്കൽമേട്, മറ്റൊന്ന് പാലക്കാട് കഞ്ചിപ്പൂർ. കാറ്റാടിപ്പാടം അറിയാം. അവിടെ നിന്നാണല്ലേ ഇതിലേ കയറി നടന്നാണ് ഈ രാമക്കൽമേടിന്റെ മുകളിൽ വരാനുള്ളത്. രക്ഷയില്ലേ നമ്മള് മിസ് ചെയ്തേനെ. കണ്ടാലേ ഒരു എക്സ്പീരിയൻസ് ആണ്. മുകളിലെ കാരണവന്മാരാണ് കയറ്റി വിടാൻ. ഹലോ ഹലോ ഇങ്ങോട്ട് പോട്ടെ, ഇങ്ങോട്ട് ഇറങ്ങിപ്പോട്ടെ, ഇങ്ങോട്ട് ഇറങ്ങിപ്പോട്ടെ. നീ അപ്പുറത്ത് അവിടെ ഇരുന്നു. നിങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പുറകെ ഇരിക്കുന്ന ആളെ കാണുന്നുണ്ടോ? അതുകൊണ്ടാണ് താഴെ ഇറങ്ങിയിരിക്കുന്നെങ്കിൽ ആ കൊമ്പിലേക്ക് ഇരുന്നു. ആ കൊമ്പിൽ അവിടെ കയറി അപ്പുറത്ത്. ഹലോ അവിടെ ഇരിക്കും, അപ്പുറം പോയിരിക്കും. ആ വലതുകാലം എവിടെ കൊമ്പായിരുന്നു? കൊമ്പായിരുന്നു. ഒടിഞ്ഞാലും താഴോട്ട് എടുത്തു മുകളിലേക്ക് പോകാനോ? ഇവന്റ് ലാസ്റ്റ് വരും. ഇതിനെ കേട്ടാ. ഹലോ കേറിപ്പോട്ടെ. നീ കാല് കാത്തിട്ട് ഇവിടെ വരാൻ കരുതുന്നു.
അങ്ങനെ പോണ്ട, ഇപ്പഴത്തേക്ക് അതെ. ഈ ഇദ്ദേഹം മൊത്തം പഴിപ്പിച്ച അങ്ങോട്ട് പോട്ടോ, അങ്ങോട്ട് അതിനെ എഡ്ജിൽ പോക്കോ, ആ എഡ്ജിലേക്ക് പോക്കോ, അങ്ങോട്ട് കയറിയിരുന്നോ, കയറി. ഹലോ, ഇപ്പോഴാണ് കളി തൊള്ളേ. അങ്ങനെ ഇല്ലല്ലയാ. ഒരു ടാസ്ക് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. കേവിന്റെ അകത്ത് പറ്റൂ ഇല്ലെന്ന് അറിഞ്ഞു. ബാക്കി നമുക്ക് പിന്നെ എന്തായാലും നമ്മളത് ചെയ്തിരിക്കും. മാനെ നീ ആ ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ കാലില്? ഒരു കമ്പ് കയ്യിൽ വെച്ചിട്ടാളിയാ കുത്തി നടക്കാം. ഇല്ലടാ, ഇയാളെ ഞാൻ റീലില് കണ്ടിട്ടുള്ള ഇങ്ങനെ ക്ലാസ് എടുക്കാൻ. സീരിയസ് ആണ് തന്നെ. എല്ലാരും സൂക്ഷിച്ചു തരുക. ബെൽറ്റ് കണ്ടില്ല. മാറി കേറല്ലേ അളിയാ. യാസീൻ വരണ്ടേ? നമ്മളിവിടെ ചെറിയ ഇടവഴി കൂടെ പോവുകയാണ് ഗൈസ്. ഒരു സീനാണ്. അളിയ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ആലുമേ? നൈസല്ലേ? വരാൻ പറ്റൂലേ? വിളിക്കല്ലേ? അപ്പുറത്തോട്ട് വരാൻ പറ. അവിടെ ചെള്ള കലിപ്പായി. ചെള്ളു ആണെന്ന് കലിപ്പായി. ചെള്ളു ആണെന്ന് കലിപ്പായി. ചെള്ളിന് ആണുങ്ങളെ മാനങ്ങളാണ് നന്നാ പറയുന്നത്. ചെള്ള വേണം ചെള്ളക്ക്. ഞാനും വന്നില്ലേടാ. ടയർ വന്നു. അവനിപ്പോ കടത്തിട്ടോളൂ. പറ്റില്ലല്ലോ. യാസിയില്ലല്ലോ.
ഈ എക്സ്പീരിയൻസ് കിട്ടണ ഇതിലെ വരണം. അണ്ണാ ഈ കാല് കഴിയാത്ത എന്നെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണമായിരുന്നാ. ഇനി ആസ്യം വേണ്ട, ചെറിയ ഒരു കാര്യമുണ്ട്. ഇതുവഴി വരാനല്ല സുഖമായിട്ടില്ല. ഈ പാറ എങ്ങനെ അടുത്തെങ്കിലും ഓട്ടമേ ഉള്ളൂ. വീണു വീണോ വീണോ ഓ അങ്ങോട്ടാ പോണ്ട. യാസിൻ പോടാ. കാല് വയ്യെങ്കിൽ പോകണ്ട. തെക്കാവും. എത്ര ദൂരം ഉണ്ട്? കുറെ ദൂരം പോണോ? നമ്മളിപ്പോ ഇറങ്ങുന്ന നിർത്തേക്ക് തന്നെ ഇല്ലുന്നേ. എനിക്ക് പറ്റുന്നതാണ് കഷ്ടിക്കാൻ. എന്നാ ചെയ്യാൻ പോയി അറിയാമോ പറഞ്ഞു ആ പയ്യൽ പിടിക്കണ ഒരാള് പോയി. ആ ഒറ്റയ്ക്കാൻ നിൽക്കില്ല. പോടാ. അവന് പറ്റൂല, അവന് പറ്റൂല. അവൻ വീഴും. അതെ, ഇനി കാലെത്തൂരല്ലോ. നേരെ പോയി കേറാ. വീഡിയോ ഇട്ടാലേ വീട്ടിൽ നിന്ന് കോർട്ടു വണ്ണ പഴി വല്ല കുടിയിലും ചാടും ടീമുണ്ട്. അണ്ണാ ഷാജണ്ണ നമ്മളെങ്ങോട്ട് സ്ഥലം പറഞ്ഞു എവിടെ കാലം എത്തുന്ന അവിടെ ഇറങ്ങിക്കോ. സൽമാ ഇവിടെ കമ്മന്നതാ. തായറവി ഗായ്സ്, തായറവി ഗായ്സ്. തായറവി കല്ലും നോക്കി വരുന്നു. എങ്ങനെ അറിയാ ഇതൊക്കെ? എനിക്ക് പറ്റൂലേ. ചെറിയ ഫിയർ. ഇതണങ്ങൂലല്ലേ പാറ? പാറ അനങ്ങൂലല്ലേ? കറിക്കടിഞ്ഞു കറിക്കടിഞ്ഞു വീട് കപ്പടാ. വീട് കപ്പ. കുണ്ടി പോച്ച് ോ